ഒരു ക്രിസ്മസ് രാത്രിയിൽ മാർട്ടിൻ ലൂഥർ തൻ്റെ വീട് മുഴുക്കുന്നു. രാത്രി രാത്രി രജത രാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. രാത്രി രാത്രി രജത രാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുവേദി രാജാതിരാജന്റെ പൊൻതിരുവേദി അവർ പാലിത്തു. അതുപോലെ മാലാഖവൃന്ദം നിരന്നു, വാനിൽ മാധുര്യഗീതം പൊഴിഞ്ഞു. മാലോദരാമോദമാർന്നി പാടിയാഗാനമേറ്റേറ്റു പാടി. അത്യുന്നതത്തിൽ മഹത്വം സർവശക്തനാമീശൻ സ്തോത്രം. സന്മനസ്സുള്ളവർക്കെല്ലാം ഭൂമി സന്തത ശാന്തി കൈവന്നു. ക്രിസ്തുമസ് മണികൾ മുഴങ്ങും. തിരുപ്പിറവിയുടെ സന്തോഷം ലോകരെ മുഴുവൻ അറിയിക്കാനായി, നീതിയും സമാധാനവും നൽകാനായി ജനിച്ച ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ അനുസ്മരണ വേളയിൽ നമുക്ക് പെരുമ്പറയിൽ മണിനാദവും മുഴക്കി ലോകം മുഴുവൻ ഈ സന്തോഷം അറിയിക്കും. ഇനി ക്രിസ്തുമസ് ബോൾസ്. ഓരോ ക്രിസ്തുമസ് ബോളിനും പ്രത്യേകം അർത്ഥങ്ങളുണ്ട്. ബോളിന്റെ ഉരുണ്ട ആകൃതി സൂചിപ്പിക്കുന്നത് യേശുവിന്റെ അവസാനമില്ലാത്ത സ്നേഹത്തെയാണ്. അതുപോലെ തന്നെ ഈ ബോൾ യേശു പിറന്ന ഈ ഭൂമിയുടെ പ്രതീകമായും നിലകൊള്ളുന്നു. ട്രീയിലെ ഗ്രീൻ ബോളിന്റെ അർത്ഥം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പാപമോചനത്തെക്കുറിച്ചുള്ള വിശ്വാസവുമാണ്. ഈശോയെ ദൈവമായി അംഗീകരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഈശോ നൽകിയ ദാനമാണ് നിത്യായുസ്, അഥവാ ദൈവത്തോടൊത്തുള്ള നിത്യജീവിതം. വൈറ്റ് ബോൾ
വൈറ്റ് പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കഥയില്ലാത്ത പവിത്രതയും ദിവ്യത്വവും പരിശുദ്ധതയുമാണ്. കാരണം അവിടുന്ന് ജന്മപാപമില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. ട്രീയിലെ റെഡ് ബോൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവുമാണ്. യേശു നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ രക്ഷയ്ക്ക് രക്തം ചിന്തി. അതിൻ്റെ ഓർമ്മയ്ക്കായി നാം ട്രീയിൽ റെഡ് ബോൾ വെച്ച് അലങ്കരിക്കുന്നു. ട്രീയിലെ ബ്ലൂ ബോൾ വിശ്വാസത്തിന് പ്രതീകമാണ്. വിശ്വാസം എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നാണ്. വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. വിശ്വാസത്തെ നിങ്ങളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ആർക്കും കഴിയുകയില്ല. പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളായ പ്രവാചകന്മാർ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്നു, അത് വിശ്വസിച്ചിരുന്നു. ഒരു രക്ഷകൻ വരുമെന്ന അവരുടെ വിശ്വാസം അന്വർത്ഥമായി. ഇത് വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ഇനി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ക്രിസ്തുമസ് ട്രീയിലെ ഗിഫ്റ്റുകളെ കുറിച്ച് നോക്കാം. ക്രിസ്തുമസ് ട്രീയുടെ ചുവട്ടിൽ നാം ഗിഫ്റ്റുകൾ വയ്ക്കാറുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ, ദാനത്തിൻ്റെ പ്രതീകമായി നാം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ, ദാനത്തിൻ്റെ ശ്രേഷ്ഠതയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശു ക്രിസ്തു. അവിടുന്ന് നമുക്ക് തന്ന സ്നേഹം അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്, മഹത്തരമാണ്, സൗജന്യവുമാണ്. ഇതുപോലെ നമുക്കും നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകാം. അങ്ങനെ ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ, യേശുവെന്ന ദാനത്തെ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാം. ഈ ക്രിസ്തുമസ് വേളയിൽ മാത്രമല്ല, തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളെപ്പോലെയാകുവാൻ ഈ ലോകത്തിലേക്ക് വന്നതുപോലെ യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്കും പരിശ്രമിക്കാം. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായി ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി.
മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ട്രീയെ കുറിച്ചുള്ള കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മുതൽ നമുക്ക് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, കരുണയോടെ, പ്രതീക്ഷയോടെ ക്രിസ്തുമസ് ട്രീ അലങ്കരിക്കാം, ക്രിസ്തുമസ് ആഘോഷിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ദിവ്യമാ